കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകിയേക്കും. നേരത്തെ പട്ടിക പ്രഖ്യാപിക്കേണ്ടതാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതാണ് നല്ലതെന്നും നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. 2 ഘട്ടമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. സിറ്റിംഗ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചേക്കുമെന്നറിയുന്നു. റോഷിപാലുണ്ട്. റോഷി, നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറിയോ? എന്താണ് കാരണം? അരുൺകുമാർ, നേരത്തെ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. പക്ഷേ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാരടക്കം വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ഓടിത്തളരും എന്ന ഒരു അഭിപ്രായം അവർ ഉയർത്തുകയുണ്ടായി. കാരണം ഇപ്പോൾ MLA-മാരാണ്, MLA-മാർ എന്ന ഒരു പരിഗണനയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥിയാകുമ്പോൾ അത് പാർട്ടി ഘടകങ്ങൾ ഉൾപ്പെടെ മറ്റൊരു രീതിയിലാണ് അവരുടെ പ്രവർത്തനം നടത്തുക. അത് നേരത്തെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന വിലയിരുത്തൽ പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക അത് കൈമാറിയാൽ പോലും പ്രഖ്യാപനം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ എന്ന രീതിയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും നിലവിൽ സാധ്യതാ പട്ടിക ഇതുവരെ തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ ജില്ലാ നേതാക്കളുടെ അഭിപ്രായം സ്വരൂപിക്കുന്ന ആ മീറ്റിങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അവർ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ അഭിപ്രായം തേടുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുൻനിർത്തിയുള്ള ഒരു നടപടിക്രമമാണ്. അതിനുശേഷം 1-2 ദിവസം കേരളത്തിൽ തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്ന നേതാക്കൾ. അതിനുശേഷമാണ് അവർ തിരിച്ചു പോകുക. ഒരുപക്ഷെ സിറ്റിംഗ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിൽ 1-2 സീറ്റുകളുടെ കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. പാലക്കാട് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. അതിനൊപ്പം തൃപ്പൂണിത്തറയിൽ അവിടെ കെ ബാബു മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. മറ്റ് ചില സീറ്റുകൾ കൂടി സ്ഥാനാർത്ഥികളെ മാറ്റണം, മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറ്റണം. അതിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റണം എന്ന ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു തീരുമാനം എത്തേണ്ടതുണ്ട്. അതിനൊപ്പം സംവരണ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. അങ്ങനെയുള്ള 1-2 തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും നിലവിൽ കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്നാണ് അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ അങ്ങനെയല്ല തീരുമാനിച്ചത്. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം പിടിക്കാമെന്നാണ്. പക്ഷെ അതിൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മിക്കവാറും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് തൊട്ട് പിന്നാലെയായിരിക്കും.